ശരി, നമുക്കിനി തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാം, വ്യവസായത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഹോംസ് നിർമ്മിച്ചു കൊടുക്കുന്ന തുടക്കം എങ്ങനെയാണ്? കാരണം പിന്നെ ഒരു പിന്നെ കൺസ്ട്രക്ഷൻ നേരെ ബിൽഡേഴ്സിൽ വരികയാണ്. കൺസ്ട്രക്ഷനിൽ ഞാൻ കുറച്ചൊരു പൈസക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മൂലധനം ഉപയോഗിച്ചിട്ടാണ് ഞാൻ പിന്നെ ബിൽഡറായത്. ബിൽഡറായിട്ട് പിന്നെ ഞാൻ ഈ കൺസ്ട്രക്ഷൻ്റെ ഒരു സ്ട്രെങ്ത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ബിൽഡിംഗ് എനിക്ക് വളരെ എളുപ്പത്തിൽ തീർക്കാൻ പറ്റും. മറ്റ് ബിൽഡർമാരെക്കാളും ഒരുപക്ഷെ എളുപ്പത്തിൽ എനിക്ക് ബിൽഡിങ്ങുകൾ തീർക്കാൻ പറ്റും, പരിചയമുള്ളതുകൊണ്ട്. മാത്രമല്ല സിവിൽ എഞ്ചിനീയറിംഗ്. അതെ, എൻ്റെ വൈഫും സിവിൽ എഞ്ചിനീയറാണ്, എൻ്റെ മകനും സിവിൽ എഞ്ചിനീയറാണ്. വൈഫിൻ്റെ പേര് പ്രീത. പ്രീത. എത്ര മക്കളുണ്ട്? 2 മക്കൾ, ഒരു മകനും ഒരു മകളും. മകൻ സിവിൽ എഞ്ചിനീയറാണ്, പേര് നിനീഷ്. മകള് ഭവ്യ, അവള് ഇപ്പം 11th പഠിക്കുന്നു. എവിടെയാ ഇപ്പൊ താമസം? താമസം ഇവിടെ അടുത്താണ്. ഞാനിവിടെ 35 വർഷമായിട്ട് വാശി എന്നുള്ള സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പോ എത്ര ബിൽഡിംഗ് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും ഉദ്ദേശം? ഇപ്പം ഞാൻ കുറെ ബിൽഡിംഗ് ഇപ്പം ഞാൻ ചെയ്തു കൊടുത്തെല്ലാം വലിയ ബിൽഡിങ്ങുകൾ നോക്കുകയാണെങ്കിൽ ഒരു 20-22 ബിൽഡിംഗ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന 200 ബിൽഡിംഗ് ആണ്, ഒരുമിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാ? അത് ഒരു വലിയ ടൗൺഷിപ്പാണ്. NK ഗാർഡൻ എന്ന് പറയിട്ട് വലിയ ടൗൺഷിപ്പാണ്. 4000 ഫ്ലാറ്റുകൾ ഉണ്ടായില്. ഒരു പക്ഷേ കെട്ടിട നിർമ്മാണ രംഗത്തെ ഏറ്റവും വലിയ മലയാളി സംരംഭമായിരിക്കും ഇത്. ഇത്രയും സ്ഥലം ആദ്യം സ്വന്തമായിട്ട് മേടിച്ചോ അത് മറ്റുള്ളവർക്ക് വേണ്ടി ആർക്കെങ്കിലും ചെയ്തു കൊടുക്കുന്നതാണോ? ഞാനിവിടെ ഏറ്റവും കൂടുതൽ സ്ഥലം ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു മലയാളി, അല്ലെങ്കിൽ മലയാളികളെ ഒഴിച്ചു നിർത്തിയാലും ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള ഒരാൾ ഞാനാണ് ഇവിടെ. എൻ്റെ അടുത്ത് 350 ഏക്കർ സ്ഥലമുണ്ട്. അത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത്രയും സ്ഥലമുള്ളൂ. ഇവിടെ വലിയ ബിൽഡേഴ്സിനുണ്ടാവും, പിന്നെ ഒരു നാഷണൽ ലെവലിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന വലിയ ബിൽഡേഴ്സിനുണ്ടാവും. ന്യൂ ബോംബെയിൽ ഇത്രയും ലാൻഡുള്ള ഒരു ബിൽഡറും ഉണ്ടാവില്ല. കാരണം നമ്മുടെ മലയാളികൾ ഇത് കേൾക്കുമ്പോൾ തന്നെ വളരെയേറെ അഭിമാനത്തോടു കൂടി കാണുകയാണ്. 100 ഏക്കർ സ്ഥലത്ത് എനിക്ക് ആയുർവേദിക് വില്ലേജ് എന്ന് പേരായിട്ട് ഒരു ആയുർവേദ കേന്ദ്രമുണ്ട്. അത് നമ്മളുടെ നാട് പോലെയാണത്. കാരണം കംപ്ലീറ്റ് മാവും പ്ലാവും തെങ്ങും വെച്ചിട്ട് കംപ്ലീറ്റ് അത് 20 കൊല്ലത്തെ വളർച്ചയുള്ള ചെടികളാണ് അവിടെ ഉള്ളത്. ഒരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ തുടക്കം എങ്ങനെയാണ്? അതായത് ഇല്ല, എനിക്ക് അങ്ങനെ യാതൊരു പ്ലാനിങ്ങും ഇല്ല അതിലൊന്നും. എന്താണ് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളത് അതുണ്ടാക്കലാണ് ശരിക്കും ഒരു വ്യവസായം എന്ന് പറഞ്ഞാൽ. അതായത് നമുക്കൊരു കൺസെപ്റ്റ് അല്ല, അതല്ല. നമുക്ക് ഒരു ബിസിനസ് ചെയ്യണം, മാന്യമായ ബിസിനസ് ആയിരിക്കണം, കുറച്ച് പൈസ ഉണ്ടാക്കണം. അപ്പൊ നമ്മള് ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, എത്തരം വീടുകളാണ്. അപ്പൊ എനിക്ക് ഒരു പ്രവാസ ഒരു ഹാബിറ്റേഷൻ കൺസെപ്റ്റ് ഉണ്ട് എനിക്ക്. ഒരു സമൂഹം ഏത് രീതിയിൽ ജീവിക്കണം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം 100 നിലയുള്ള ബിൽഡിംഗ് ഉണ്ടാക്കൽ എന്റെ സങ്കല്പമല്ല. എനിക്ക് പരന്നു കിടക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിലുണ്ടാക്കുന്ന പൈസ നമുക്ക് മതി. കാരണം വില്ലയുടെ എൻ്റെ ഒരു വലിയ പ്രൊജക്ട് വരാൻ പോകുന്നുണ്ട്. ഞാൻ 1000 വില്ലാസ് ഉള്ള ഒരു പ്രൊജക്റ്റാണ് ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഈ മഴക്കാലം കഴിഞ്ഞാൽ ഞാൻ പണി തുടങ്ങുന്നതില്ല. അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ കൺസ്ട്രക്ഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാമം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ആ ഗ്രാമം ഉണ്ടാക്കാൻ ഇഷ്ടംപോലെ സ്ഥലം വേണം. ഗ്രാമം എത്ര ആൾക്കാർ അധിവസിക്കുന്ന ഗ്രാമമാണ്? സാധാരണക്കാരായ ആൾക്കാർ, സാധാരണക്കാരായ ആൾക്കാരും, അല്ലാണ്ട് വലിയ കാശുള്ള ആൾക്കാരില്ല. എന്തുകൊണ്ട് കേരളത്തിലായിക്കൂടാ? കാരണം കേരളത്തിൽ എനിക്കിതൊരു പക്ഷെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഒന്നാമതായിട്ട് കേരളം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു ബിസിനസ്സിന് പറ്റിയ മണ്ണല്ല. പക്ഷെ കേരളത്തിൽ ഇഷ്ടംപോലെ ബിസിനസ്സുകാർ ബിസിനസ് ചെയ്യുന്നുണ്ട്. മണ്ണാണോ പൊളിറ്റിക്സ് ആണോ മെയിനായിട്ട് വരുന്നത്? ഒരു സാമൂഹ്യ സങ്കല്പം തന്നെ വരെയാണ്. കാരണം ഇവിടെ നമ്മൾ ബിസിനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൽ ചില അലിഖിത നിയമങ്ങളുണ്ട്. കേരളത്തിൽ ഒരു ബിസിനസ്സിൻ്റെ അലിഖിത നിയമങ്ങളില്ല, ഒരു ബിസിനസ് സംസ്കാരമില്ല. ഇവിടെ ഒരു ബിസിനസ് സംസ്കാരമുണ്ട്. നമ്മൾ രണ്ടുപേരും ഇന്നലെ പരിചയപ്പെട്ട ആളുകളാണ്. നമ്മൾ ഇന്ന് ബിസിനസ് ചെയ്യുന്നു. നാളെ ഞാൻ താങ്കളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് എനിക്കൊരു 1 കോടി രൂപ ആവശ്യമുണ്ട്. താങ്കൾ എന്നോട് ചോദിക്കില്ല എന്തിനു വേണ്ടിയിട്ടാണെന്ന്. കാരണം താങ്കൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഇയാൾക്ക് എൻ്റെ കയ്യിൽ വാങ്ങുന്ന പൈസയും അതിൻ്റെ പലിശയും തരാനുള്ള കഴിവ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. അതൊന്നും പ്രശ്നമില്ല. അത് ചില ആളുകൾ ചില ഘട്ടങ്ങളിലൊക്കെ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതും ഒന്നൊരു പ്രശ്നമല്ല. ബോംബെയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇതല്ലാതെ ബോംബെ തന്നെ എല്ലാ ഗുണങ്ങളുടെയും ഒരു കൂടിച്ചേരലാണ്. വാസ്തവം പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും സുഖമായിട്ട് ജീവിക്കാവുന്ന ഒരു നഗരമാണ് ബോംബെ. കച്ചറ പെറുക്കുന്നവന് പോലും കോടീശ്വരനാകാൻ പറ്റുന്ന ഒരു നഗരമാണ് ബോംബെ. നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തും ഇങ്ങനെ ഒരു ബിസിനസ് സംസ്കാരം എവിടെ ഉണ്ടാവില്ല. ഇതെങ്ങനെയാണ് വ്യവസായ മേഖല ആയത്?
ഈ ബോംബെ. ബോംബെക്ക് ഒരു സംസ്കാരം, ബിസിനസ് സംസ്കാരം ഉണ്ടായത് ശരിക്ക് ഗുജറാത്തികളും മാർവാടികളും ഇവിടെ ചേക്കേറിയതിന് ശേഷമാണ്. കാരണം അവർ ജന്മനാൽ ബിസിനസ്സുകാരാണ്. കാരണം നമ്മളുടെ മക്കൾ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് പഠിക്കുന്ന ബിസിനസ് മാനേജ്മെന്റ് ഇവർ കാലാകാലങ്ങളായിട്ട് അനുഭവങ്ങളിലൂടെ കൊണ്ടെടുക്കുന്ന ആളുകളാണ്. സാർ എങ്ങനെയാണ് ഈ NCPയിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം? നമ്മൾ ബേസിക്കലി നമ്മളൊരു എല്ലാ കാലങ്ങളിലും കോൺഗ്രസിനെതിരായിട്ടുള്ളൊരു നിലപാടല്ല നമ്മൾ എടുത്തിട്ടുള്ളത്. പക്ഷെ ഈ NCPയിൽ കടന്നു വരുമ്പോഴും ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷെ NCPയിലാകുമ്പോൾ കുറേയും കൂടി സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാമല്ലോ. കാരണം NCP ഒരു ആന്റി കോൺഗ്രസ് നിലപാട് എടുത്തുകൊണ്ടുള്ള ജന്മം എടുക്കുന്നതിന്. അപ്പം കുറേയും കൂടി സ്വതന്ത്രമായി പ്രവർത്തിക്കാനും പിന്നെ ശരത് പവാറുമായിട്ടുള്ള എൻ്റെ അടുപ്പം അതിനേക്കാളും NCP രൂപം കൊള്ളുന്നേക്കാളും 7-8 വർഷം മുന്നേ തന്നെ ശരത് പവാർ എന്നെ അറിയും. പിന്നെ പീതാംബരം മാഷും ഈ മാണി സി കാപ്പനെപ്പോലുള്ള ആൾക്കാർ എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഭൂപേഷ് നിർബന്ധമായിട്ടും സജീവമായിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ചുകൊണ്ടാണ് പിന്നെ ഞാൻ സജീവമായിട്ട് നിന്നത്. ഈശ്വരവിശ്വാസിയാണ്. പക്ഷെ ചെറുപ്പത്തിലൊക്കെ ഒരു ഈശ്വരവിശ്വാസം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൊക്കെയാണ് ശരിക്കും വളർന്നതൊക്കെ. പക്ഷെ എങ്കിലും അമ്പലമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ജീവിതം. വലിയൊരു വിശ്വാസം തന്നെ. പക്ഷെ ഒരു വിവാഹത്തിന് ശേഷമാണ് കൂടുതൽ ഈശ്വരവിശ്വാസം. കാരണം നമ്മളുടെ അപ്പൊ ഞാൻ ആലോചിച്ചു, ഒരു ഈശ്വരൻ ഇല്ല എന്ന് സ്ഥാപിക്കലൊന്നല്ലല്ലോ നമ്മുടെ ജീവിത ലക്ഷ്യം. അപ്പം ഈശ്വരവിശ്വാസം നമുക്കൊരു ആശ്വാസം തരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലെന്താ കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ മിക്കവാറും എല്ലാ മാസവും ഗുരുവായൂർ പോവും.